ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് മടങ്ങിയെത്തി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് അവർക്ക് ഒരുക്കിയിരുന്നത്. സാക്ഷി മാലിക്കും അതുപോലെ ബജ്രിംഗ് പൂനിയുമൊക്കെ വിനേഷിനെ സ്വീകരിക്കാൻ അവിടെ വിമാനത്താവളത്തിൽ എത്തി. ആരാധകർ അവരെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടി. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു നിർണായക ഏടാണ് വിനേഷ് ഫോഗട്ട്. ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവിനേക്കാൾ വീരാരാധനയോടെയാണ് ഇന്ന് ഇന്ത്യ വിനേഷ് ഫോഗട്ട് എന്ന ഈ യുവതിയെ കാണുന്നത്. വിനേഷ് ഫോഗട്ട് ഒരു പോരാട്ടത്തിൻ്റെ പര്യായമാണ്. ഹരിയാനയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്. ട്രക്ക് ഡ്രൈവറായിരുന്നു അച്ഛൻ. മകൾ ഒരു ദിവസം വിമാനയാത്ര നടത്തുന്ന സുദിനം അയാൾ സ്വപ്നം കണ്ടു. അതിനുവേണ്ടി അയാൾ അവളെ ആവുന്നത്ര പ്രോത്സാഹിപ്പിച്ചു. അമ്മയായിരുന്നു വിനേഷ് ഫോഗട്ടിന് എന്നും മാതൃക. ജീവിത പ്രതിസന്ധികളോട് ഏറ്റുമുട്ടി തളരാതെ മുന്നോട്ട് നീങ്ങിയ ആ ധീരവനിതയെ നോക്കി വിനേഷ് ഫോഗട്ട് പലതും പഠിച്ചു. കീഴടങ്ങാൻ ഒരു മനസ്സ് വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നില്ല. അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ഗുസ്തി ചരിത്രത്തിലെ ഒരു നിർണായക താരമായി വിനേഷ് ഫോഗട്ട് മാറുന്നത്. കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ അവരിങ്ങനെ കുറിക്കുന്നു: സാധാരണ ഒരു നാടൻ പെൺകുട്ടിയെപ്പോലെ മുടി നീട്ടി വളർത്തി വളകളിട്ട് നടക്കാനാണ് താൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ ഇന്ന് മാറി. അവൾ വലിയ സ്വപ്നങ്ങൾ കണ്ടു. അത് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഈ ഒളിമ്പിക് മൈതാനിയിൽ വിനേഷ് സ്വർണം നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ലോക ചാമ്പ്യനായ ജപ്പാൻ താരം യുഎ മലർത്തിയടിച്ചപ്പോൾ ആ പ്രതീക്ഷകൾക്ക് കൂടുതൽ നിറം വന്നു. ഗുസ്മാൻ ലോപ്പസിനോട് ഏറ്റുമുട്ടി സെമിയിൽ അവർ അവരുടെ കഴിവ് തെളിയിച്ചപ്പോൾ നമുക്ക് സ്വർണം ഉറപ്പ് എന്ന് നമ്മൾ ധരിച്ചു. പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ആഘാതം ഉണ്ടായത്. 100 ഗ്രാം ഭാരം അധികമുള്ളതിനാൽ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വിനേഷിന് കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര കോടതിയിൽ വിനേഷ് ഈ കാര്യം അവതരിപ്പിച്ചു. ആർബിട്രേഷൻ കോടതി പക്ഷേ വിനേഷിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല. വെള്ളി മെഡൽ പങ്കിടാനുള്ള അവസരം തനിക്ക് നൽകണം എന്ന ആവശ്യം തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ പരാജയം വിനേഷിൻ്റെ മാത്രമല്ല. വിനേഷിന് ഒരു സ്വർണം ലഭിച്ചിരുന്നെങ്കിൽ ഒളിമ്പിക് മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് കുറെ കൂടി മുകളിൽ സ്ഥാനം പിടിക്കാമായിരുന്നു. ഇന്ന് പാകിസ്ഥാന് പുറകിലാണ് ഇന്ത്യ എന്നോർക്കുമ്പോൾ ഓരോ ഭാരതീയനും അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല. വിനേഷ് ഫോഗട്ടിന് എവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ കായിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് വിനേഷ് ഫോഗട്ട് എന്ന കായിക താരം തൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വിരൽ ചൂണ്ടുന്നത്. കായിക രംഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ആര്? അവർക്ക് കായിക രംഗത്തോടുള്ള പ്രതിബദ്ധത എന്ത്? ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താനുള്ള സമയമായി. അധികാര തൽപരരായ രാഷ്ട്രീയ നേതാക്കളെ ഇരുത്താനുള്ള ഇടമാണോ നമ്മുടെ കായിക അസോസിയേഷനുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കായിക രംഗത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്നവരുടെ കീഴിലാണോ ഇന്ത്യൻ കായിക രംഗം മുന്നേറുന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കും സമ്പന്നർക്കും അതുപോലെ വ്യവസായ പ്രമുഖർക്കുമൊക്കെ അവരുടെ മേനി പറയാൻ ഒരു ഇടമായി കായിക രംഗത്തിൻ്റെ പല അധികാര സ്ഥാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനൊക്കെ അപ്പുറത്തേക്ക് കായിക രംഗം മെച്ചപ്പെടാൻ ഇന്ത്യ എന്തൊക്കെ ചെയ്യണം എന്ന ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉയരുകയാണ്. വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് പടിയിറങ്ങി. ഗുസ്തി ജയിച്ചു, താൻ തോറ്റു എന്ന് കുറിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ വിനേഷ് ഫോഗട്ട് എന്ന കഥ അവിടെ അവസാനിക്കുന്നില്ല. അതൊരു തുടക്കമാണ്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഗുസ്തി താരങ്ങൾക്കെല്ലാം പ്രചോദനമാകും വിനേഷ് ഫോഗട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ആവേശമായി എന്നും വിനേഷ് ഉണ്ടാകും എന്ന് എല്ലാവരും കരുതുന്നു. ഒരു ഒളിമ്പിക്സിന് വേദിയാകാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ഒരു ഒളിമ്പിക്സ് വേദിയാകുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം ഒളിമ്പിക്സിൽ കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയമാണിത്. കായിക രംഗത്തെ നയിക്കാൻ കഴിവുള്ളവരെ അത് ഏൽപ്പിച്ചില്ലെങ്കിൽ ഒളിമ്പിക്സിന് ഇന്ത്യ വേദിയാകുമ്പോൾ ഏറ്റവും ദുഃഖകരമായ ഒരു പ്രകടനമാകും അവിടെ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുക. അതുകൊണ്ട് വിനേഷ് ഫോഗട്ട് എന്ന ഗുസ്തി താരത്തിൻ്റെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് വലിയ ഒരു മാറ്റത്തിന് ഇന്ത്യൻ കായിക വേദി തയ്യാറാകേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ശക്തമായ ഒരു കായിക സംസ്കാരം നമ്മുടെ രാജ്യത്ത് വളർത്തിയെടുക്കാനാകൂ. വരാനിരിക്കുന്ന തലമുറയ്ക്ക് ആശയും ആവേശവുമായി മാറിയ വിനേഷ് ഫോഗട്ടിനെ കായിക രംഗം അങ്ങനെ അങ്ങ് വിസ്മരിച്ചുകൂടാ. അവരുടെ അനുഭവങ്ങൾ പരിശോധിക്കേണ്ടതാണ്.
എവിടെ വീഴ്ച പറ്റി എന്ന് ഇന്ത്യയിൽ ബന്ധപ്പെട്ടവർ, കായിക രംഗവുമായി അടുത്തു നിൽക്കുന്നവർ ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇനിയൊരു വിനേഷ് ഫോഗട്ട് ഈ തരത്തിലുണ്ടായിക്കൂടാ. ഇനി ഇന്ത്യയുടെ ഗുസ്തി മാറ്റിലിറങ്ങുന്ന വിനേഷ് ഫോഗട്ടുമാർ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാക്കളായി മാറണം. അതിനുള്ള കഴിവും ശക്തിയും അവർക്കുണ്ട് എന്ന് വിനേഷ് ഫോഗട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൽ നിന്ന് ഒരടി പുറകോട്ട് പോകാൻ നാം ശ്രമിച്ചുകൂടാ.